കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശി വിഷ്ണുവിൻ്റെ വീട്ടിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മോഷണം നടന്നത്. ഈ വ്യാഴാഴ്ച ഇവിടെ വീട്ടുകാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയം രാത്രിയാണ് മോഷണം നടന്നത്. വൈകിട്ടോടുകൂടി വീട്ടുകാർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇന്നലെയാണ് തിരിച്ചെത്തിയത്. ഈ സമയത്താണ് മോഷണ വിവരം ഇവർ അറിയുന്നത്. വീടിൻ്റെ മുകൾ ഭാഗത്തെ നില കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തേക്ക് കയറുകയും ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ കിടപ്പുമുറിയിൽ അൽമാരയിലും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലുമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന സ്വർണ്ണമാണ്, 22 പവൻ സ്വർണ്ണമാണ് ഇവിടെ നിന്നും മോഷണം പോയത്. ഏതായാലും ചേവാർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെ CCTV ഉൾപ്പെടെയുണ്ട്. പക്ഷേ ഈ CCTVയിൽ കൃത്യമായി മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മോഷ്ടാവ് മതിൽ ചാടുന്ന ദൃശ്യങ്ങളുണ്ട് എന്നുള്ളത് വീട്ടുകാർ പറയുന്നു. ഏതായാലും ഇതുൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലും വിരലടയാള വിദഗ്ധരും ഈ വീട്ടിലെത്തി പരിശോധനയും നടത്തിയിട്ടുണ്ട്. 22 പവൻ സ്വർണ്ണമാണ് ഈ വീട്ടിൽ നിന്നും മോഷ്ടാവ് കൊണ്ടുപോയത്. സമീപങ്ങളിലൊക്കെ തന്നെ വീടുണ്ട്. പക്ഷേ ഇവിടെയുള്ളവരൊന്നും തന്നെ വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും വീടിൻ്റെ 3 ഭാഗങ്ങളിൽ, അതായത് 3 ഭാഗങ്ങളിലെ ഡോറുകൾ ഉൾപ്പെടെയും തകർത്ത നിലയിലുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിലൂടെ ആണ് അകത്തേക്ക് പോയത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത്. ഈ ഭാഗങ്ങളിലുള്ള കടമുറികളുടെ CCTVകൾ ഉൾപ്പെടെയും പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് മോഷ്ടാവിനെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചേവാർ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.